ശ്രീ കെ ഡി പ്രസേനൻ. സാർ, ഇവിടെ കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ വില സമയബന്ധിതമായി തരാത്തതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സംസ്ഥാന സർക്കാർ കടം വാങ്ങിച്ചിട്ടാണ് നെല്ല് വില കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ദേശീയ ബാങ്കുകളെ ഏൽപ്പിക്കുന്ന പണം സമയബന്ധിതമായി ദേശീയ ബാങ്കുകൾ കർഷകരുടെ കയ്യിൽ എത്തിക്കുന്നില്ല. അതിനവർ ജീവനക്കാരില്ല, ബ്രാഞ്ചില്ല എന്ന കാരണമൊക്കെ പറയാം. ഇത്തരം പ്രശ്നങ്ങളെല്ലാം സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി കൃഷി വകുപ്പ് മുൻകൈയെടുത്ത് പരിഹരിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. സാർ, രാജ്യത്ത് നെൽകർഷകർക്ക് ഏറ്റവും കൂടുതൽ വില നൽകുന്ന സംസ്ഥാനം ഈ കേരളമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഡീഷണലായിട്ട് പണം ഈ കേരള സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നു എന്നതാണ്. അത് സബ്സിഡി ഇനത്തിലാണ്. എന്നാൽ പ്രസ്തുത സബ്സിഡി 5 ഏക്കറിലധികം നെൽകൃഷി നടത്തുന്നവർക്ക് നൽകുന്നില്ല. എന്നാൽ നാളികേര സംഭരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 5 ഏക്കർ എന്ന പരിധി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നെൽകർഷകരുടെ ഈ പരിധി മാറ്റിയിട്ടില്ല. ഇതുമൂലം സംഭവിക്കുന്നത് തരിശുഭൂമി ഉൾപ്പെടെ നെൽകൃഷി നടത്താൻ തയ്യാറായി വന്ന കർഷകർക്കും പാട്ട കൃഷി എടുത്ത് നെൽകൃഷി നടത്തുന്ന കുടുംബശ്രീ സംവിധാനങ്ങൾക്കും ഉൾപ്പെടെ ഈ സബ്സിഡി നിഷേധിക്കപ്പെടുകയാണ്. ഈ പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം കണ്ടെത്താൻ ഗവൺമെൻറ് ഇടപെടുമോ? ഞാൻ നെല്ലിൻ്റെ വിലയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ നെല്ലിന് വില കൊടുക്കുന്നതെന്നുള്ളത് അദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞ ഒരവസ്ഥയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംവിധാനം നമുക്ക് ആലോചിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൽ നിന്നുള്ള അത് നിരന്തരമായിട്ട് നമ്മുടെ നിയമസഭ PRS വായ്പയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതൊക്കെ പരിഹരിക്കുവാനുള്ള സംവിധാനം ആലോചിക്കാം. അതുപോലെ സിവിൽ സപ്ലൈസും കാർഷിക മേഖലയും സംയുക്തമായി ഇരുന്നു കൊണ്ട് ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ഒക്കെ നമുക്കത് പരിശോധിച്ച് നടപടിയെടുക്കാം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.